Welcome a son of creation and style. Today I am sharing with you how can make paper basket. This is students special. പേപ്പറിൻ്റെ മാഗസിൻ പേപ്പേഴ്സ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർക്ക് ചെയ്യാൻ വേണ്ട സംഭവങ്ങളാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഒരുപാട് പേപ്പർ ട്യൂബ്സ് ഇതുപോലെ മാഗസിൻ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കി വെക്കുക. ഫസ്റ്റ് ഫ്രീ ടൈമിലൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തെ വീഡിയോസിൽ. എന്നിട്ട് അതുപയോഗിച്ച് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിൽ എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് അതിമൊന്ന് പെയിൻ്റ് അടിക്കുക. ഇനിയിപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നോർമൽ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ കട്ട് ചെയ്തിട്ട് നമുക്കിഷ്ടമുള്ള ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ പെയിൻറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പേപ്പർ ട്യൂബ്സ് ഇതിമ ഒട്ടിച്ചു കൊടുക്കുക. സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഏത് കുഞ്ഞു കുട്ടികൾക്കും ചെയ്യാൻ പറ്റും. എന്നിട്ട് ഒട്ടിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് കറക്റ്റായി കിട്ടിയല്ലോ. ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കണം. അതായത് ഫസ്റ്റ് ഒന്ന് ഒട്ടിച്ചതിന് ശേഷം ഒന്ന് എടുത്തതിന് ശേഷം അതേ ലെങ്ത്തിൽ ബാക്കിയുള്ള ട്യൂബ്സൊക്കെ കട്ട് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഗം അപ്ലൈ ചെയ്യാം. നമ്മൾ ഈ പോട്ടിൻ്റെ ഈ പാത്രത്തിൻ്റെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം. എന്നിട്ട് 1 by 1 ആയിട്ട് നമ്മൾ ട്യൂബ്സ് അങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട, പേപ്പറാണ്, പെട്ടെന്ന് ഒട്ടിപ്പോവും. അങ്ങനെ അതിനുശേഷം നമുക്കിതിൻ്റെ മേലത്തൊരു കവർ, ഒരു മൂടി ഭാഗം ചെയ്യണം. അപ്പോൾ അതിന് നമ്മളൊരു പേപ്പർ ട്യൂബ് എടുത്തിട്ട് ഇങ്ങനെ കുഞ്ഞതാക്കിയിട്ട് അതിനിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. സിമ്പിളായി ചെയ്താൽ മതി. നല്ലോണം പ്രസ് ചെയ്യണം. അങ്ങനെ ചെയ്തിട്ട് ഒരു പേപ്പർ റോൾ ചെയ്യുമ്പോൾ തന്നെ അത് ചെറുതാവും. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തതിൽ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ഇത് വലുതാക്കി കൊടുക്കുകയെന്ന്. അപ്പോൾ ഒരു ട്യൂബിൻ്റെ ഉള്ളിലേക്ക് വേറൊന്ന് ജസ്റ്റ് ഗമ്മ വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതിനിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ചുറ്റി പോവാം. നല്ല ടൈറ്റിൽ തന്നെ ചുറ്റണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് നമ്മൾ വിചാരിച്ച പോലുള്ള ഇത് കിട്ടില്ല. അങ്ങനെ നമ്മളിങ്ങനെ റോൾ ചെയ്ത് നമ്മൾക്ക് എത്രയാണോ അതിൻ്റെ മൂടി വേണ്ടത് അത്രയും വീതി ഉണ്ടായിരിക്കണം. ഇതിപ്പോൾ നല്ല വലിയ ഒരു ഇതിൻ്റെ മൂടിയാണ്. അപ്പോൾ അത്രയും വീതിയായി. ഇനി നമുക്കിതിങ്ങനെ വെച്ചാൽ പോരല്ലോ. അപ്പോൾ അതിന് പിടിക്കാനൊരു സംഭവം പിടിപ്പിക്കണം. അതിനൊരു പിടി. അതും ഇതുപോലെ പേപ്പർ റോൾ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൽ സെൻറ്ററിൽ എന്തെങ്കിലും ഒരു പെന്നോ എന്തെങ്കിലും വെച്ചിട്ട് റോൾ ചെയ്യുക. അപ്പോൾ അതിനുള്ളിൽ ഒരു ഹോൾ കിട്ടും. അത് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മൂടി റെഡി. ഫെവിക്കോളാണ് ഉപയോഗിച്ചിട്ടുള്ള ഗം. പിന്നെ നമുക്ക് വേണ്ടത് മെറ്റാലിക് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള അക്രിലിക് കളറാണ്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ മൂടി, പിന്നെ ഇതുപോലുള്ള പെയിൻറ്റ് വർക്കൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പേപ്പർ ചെയ്യുന്ന വർക്കിൻ്റെ താഴെ വെക്കണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഭാഗം ഇപ്പോൾ നമുക്ക് ഗോൾഡൻ കളറിലുള്ള ടോപ്പ് കിട്ടി. ഇനി നമുക്ക് ബ്ലാക്ക് കളറാണ് എടുക്കേണ്ടത്. അപ്പോൾ 2 കളർ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ വേണ്ടതുള്ളൂ. എന്നിട്ട് ബ്ലാക്ക് എടുത്തിട്ട് ഇത്തിരി ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിക്കുക. ഇതേ ബ്രഷ് ഇല്ല എന്നുണ്ടെങ്കിൽ കയ്യിലുള്ള ബ്രഷ് ഉപയോഗിച്ചാലും മതി. എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് എടുത്തെന്ന് മാത്രം. എന്നിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ആ ബോട്ടിലിൽ ബ്ലാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും, അതായത് ആ പേപ്പറാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അങ്ങനെയും നമ്മൾ ബ്ലാക്ക് ചെയ്ത് കൊടുക്കണം. അടിയിൽ നിന്ന് മേലേക്കും മേലെ നിന്ന് അടിയിലേക്കൊക്കെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫുള്ള് ഭാഗം കഴിഞ്ഞാൽ നമ്മളെ പോട്ടിൻ്റെ പടി തീർന്നു. ഇപ്പോൾ ഇത് രണ്ടും കൂടെ കിടിലനായി. ഇനി നമ്മൾ വാർണിഷ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ മേലൊന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഗ്ലൈസിങ് ഉണ്ടാവും, പെട്ടെന്ന് കേടുവരികയില്ല. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയുക. ഇത് നമ്മുടെ ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ അവരെ ജ്വല്ലറി ഐറ്റംസ് ഇട്ട് വെക്കാനും, ഇനിയിപ്പോൾ അതല്ല ടേബിളിൽ വെക്കുകയാണെങ്കിൽ നിങ്ങളെ സ്കെയില് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ടേബിളിങ്ങനെ വേസ്റ്റായി കിടക്കൂലേ, അങ്ങനെ അല്ലാതെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാനൊക്കെ നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ സെയിം കളർ തന്നെ വേണ്ട, എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിലുള്ള കളറുകൾ ചൂസ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.